ധനം. ധനമില്ലെങ്കിൽ ഇന്ന് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും, ഏത് പള്ളിയിൽ പോയാലും, മോസ്കിൽ പോയാലും നമ്മുടെ ദാരിദ്ര്യ ദുഃഖങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്നത് ഒരു മണി അരിയോ, ഒരു തുണ്ട് വസ്ത്രമോ, ഒരു തുണ്ട് ഭൂമിയോ ഒന്നുമല്ല. ധനമാണ് തരുന്നത്. അപ്പം ധനമാണ് ദൈവം. നമ്മുടെ വിശപ്പകറ്റുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന, നമ്മളെ വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഉതകുന്നതെല്ലാം ധനമാണ്. അപ്പോൾ കൺകണ്ട ദൈവം ധനം തന്നെയാണ്. പക്ഷേ ആ ധനത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ധനത്തിൻ്റെ, അതായത് പണത്തിൻ്റെ വില അറിഞ്ഞ് തന്നെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണം. നിസ്സാരമായി കാണരുത്. ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കേണ്ടത് ധനത്തെ തന്നെയാണ്. കാരണം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും തരാതെ അത് നമ്മെ വിട്ടുപോകും. വിട്ടുപോയാലോ, തെറ്റിതിരുത്തി പുറകെ ചെല്ലാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമ്മളെ വിട്ടുപോയാൽ ആ ധനം പിന്നീട് ഒരിക്കലും നമ്മളെ തേടി വരാറില്ല. അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. പണത്തിനോട് യാതൊരു വിധമായ ബഹുമാനക്കുറവും കാണിക്കാതിരിക്കുക.